പ്രിയ സജ്ജനങ്ങളെ, ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്തോനേഷ്യയിലെ 700 വർഷമായി തിളയ്ക്കുന്ന ലാവ പിടിച്ച് നിൽക്കുകയാണ് ഗണപതി. എന്താണ് രഹസ്യമെന്ന് നോക്കിയാലോ. മുസ്ലിം രാജ്യത്തിലെ ഗണേശ വിഗ്രഹം. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം. രേഖകൾ പ്രകാരം 141 അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിൽ 130 ഇപ്പോഴും സജീവമാണ്. ആ മുസ്ലിം രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്ത് ഗണപതി വിഗ്രഹമുണ്ട്, ലാവയ്ക്ക് സമീപം. ഇതറിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടും, തീർച്ച. എന്നാൽ ലോകത്തിലെ 13% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ രാജ്യം ഇന്തോനേഷ്യയാണ്. ലാവയ്ക്ക് സമീപം ഗണപതി ഇരിക്കുന്ന പ്രദേശം മൗണ്ട് ബ്രോമോ ആണ്. ഇവിടെയുള്ള ഗണപതി വിഗ്രഹത്തിന് 700 വർഷം പഴക്കമുണ്ട്. അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ഗണപതി തങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നു. ഗണപതി വിഗ്രഹത്തിലെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാലും പൂജ മുടങ്ങുന്നില്ല. ഗണപതി വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടുതൽ നോക്കാം. ഹിന്ദു വിശ്വാസങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ ജാവ ഭാഷ ഉച്ചാരണത്തിൽ നിന്നാണ് ബ്രോമോ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത്. സമീപകാല റെക്കോർഡ് അനുസരിച്ച് ഇന്തോനേഷ്യയിൽ 130 സജീവ അഗ്നിപർവ്വതങ്ങളുണ്ട്. ഏകദേശം 5 ദശലക്ഷം ആളുകൾ അപകട മേഖലയ്ക്ക് ചുറ്റും താമസിക്കുന്നു. ബ്രോമോ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗണപതി വിഗ്രഹത്തിന് വളരെ സവിശേഷമായ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെയാണ് പ്രാധാന്യവും. ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പൂർവികർ ഇവിടെ ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിരുന്നുവെന്ന് ടൈംഘർ മാസിഫ് ഗോത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നു. അതിനാൽ അവരുടെ കൃഷിക്കും കന്നുകാലികൾക്കും ഒരു ദോഷവും ഉണ്ടാകാതിരിക്കാൻ അവർ ഗണപതിക്ക് പലതരം വഴിപാടുകൾ അർപ്പിക്കുന്നു. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാലും പൂജ മുടങ്ങുന്നില്ല ഇവിടെ. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാലും ഗണപതി ആരാധന ഇവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് രസകരമായ കാര്യം. ഇതൊന്നും കാര്യമാക്കാതെ ഇവിടെ പിന്തുടരുന്ന ആചാരമാണ് ഇത്. ഗണപതിയെ ആരാധിക്കുന്നതിനു പുറമെ പൂക്കളും പഴങ്ങളും ഇവിടെ പ്രസാദമായി സമർപ്പിക്കുന്നു. ഇത് ചെയ്തില്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ ജനങ്ങളെ വിഴുങ്ങുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇന്തോനേഷ്യയിലെ ഗണപതി വിഗ്രഹത്തെ പറ്റിയുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.